Hey guys, let's learn crochet episode number 1. സോ ഈ വീഡിയോ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചുകളെങ്കിലും അറിയാവുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിരിക്കുക. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പഫ് ഗ്രാനി സ്ക്വയർ ക്രോഷറ്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ സ്റ്റാർട്ട് വിത്ത് ദ മാജിക് റിംഗ് ഓർ മാജിക് സർക്കിൾ. ഞാനിവിടെ 3 ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനി സ്ക്വയർ ഫിനിഷ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളറും യൂസ് ചെയ്യാം, ബട്ട് കുറച്ചും കൂടെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്താലായിരിക്കും അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് നന്നായിട്ടിരിക്കുക. ഇനി മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ഒരു 8 സിംഗിൾ ചെയിൻസ് ചെയ്ത് കൊടുക്കുക. 1 2 3 8 സിംഗിൾ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ സർക്കിൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ത്രെഡ് നീട്ടിയെടുത്ത് കട്ട് ചെയ്യാം. ആൻഡ് ഫോർ ദ സെക്കൻഡ് റോ ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ത്രെഡിൻ്റെ. സോ നമ്മുടെ സെക്കൻഡ് കളർ നമ്മൾ ഫസ്റ്റ് റോയിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ക്രോഷയിൽ ആഡ് ചെയ്യുക. ദെൻ ചെയിൻ 3 നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് പരിഗണിക്കുന്നത്. സോ നമ്മൾ 4 ഡബിൾ ക്രോഷേ കൂടെ ആ സെയിം സ്റ്റിച്ചിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ടോട്ടൽ 5 ഡബിൾ ക്രോഷേ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഫിഫ്ത്ത് ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹുക്ക് റിലീസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ 3യിൽ മൂന്നാമത്തെ ചെയിൻ അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഈ റിലീസ് ചെയ്ത ചെയിൻ എടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ ചെയിൻ 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പഫ് ക്രോഷേ. ഇനി ഇത് നമ്മൾ 7 ടൈം റിപ്പീറ്റ് ചെയ്യുക. 7 ചെയിൻസിലും കൂടെ നമ്മൾ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക. 5 ഡബിൾ ക്രോഷേ ചെയ്യുക, അതിനൊരു പഫ് സ്റ്റിച്ച് ആക്കുക, 2 ചെയിൻ ചെയ്യുക, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. സോ നമുക്കിവിടെ ഒരു 8 പഫ് ക്രോഷേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഈ പഫ് ഫ്ലവർ ആണ് ഇപ്പോൾ ചെയ്തെടുത്തത്. സോ ഫോർ ദ റോ 3 നമ്മൾ നെക്സ്റ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റോ മുതലായിരിക്കും നമുക്കൊരു സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ആ ത്രെഡ് നമ്മുടെ പഫ് സ്റ്റിച്ചിൻ്റെ ചെയിൻ 2 സ്പേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ചെയിൻ ചെയ്തില്ലേ, ആ ഗ്യാപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ആഡ് ചെയ്യുക. അതായത് അത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മൾ 2 ഡബിൾ ക്രോഷേ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ചെയിൻ 2 സ്പേസിൽ ടോട്ടൽ 3 ഡബിൾ ക്രോഷേസ് ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ നമ്മൾ ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ ആൻഡ് തേർഡ്. ഇതിനുശേഷം നമ്മൾ സെയിം സ്റ്റിച്ച് തന്നെയാണ് 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെയിം ചെയിൻ സ്പേസിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷേ കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ചെയിൻ 2ൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ ചെയ്ത് ചെയിൻ 2 ചെയ്ത് വീണ്ടും 3 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യുന്നു. അപ്പോൾ അതൊരു കോർണർ പോലെ ഫീൽ ചെയ്യും. നമ്മൾ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചെയിൻ 2 ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു കോർണർ ഫോമായി വരുന്നതാണ്. സോ ഇത് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻസിലെ ടോപ്പ് ഓഫ് ദ ചെയിൻ, അതായത് തേർഡ് ചെയിനിൽ നമ്മൾ ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റോ 4ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയിൻ 3 ചെയ്യുക.
ദെൻ നമ്മൾ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. ഓർ 3 നമ്മുടെ ഡബിൾ ക്രോഷേസ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് വരും. അതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ വീണ്ടും ചെയ്യുക. കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് ക്രോഷേസും പാറ്റേൺസും. ശ്രദ്ധിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കോർണറാണ് ചെയ്യാനുള്ളത്. നമ്മൾ ലാസ്റ്റ് റോയിൽ എന്താണോ ചെയ്തത് കോർണറിന് വേണ്ടിയിട്ട്, അത് സെയിം ആണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷേ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, ദെൻ 3 ഡബിൾ ക്രോഷേ വീണ്ടും ആ സ്പേസിൽ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോർണർ ഫോം ചെയ്യുന്നത്. സോ ഒന്നുകൂടെ പറയാം, 3 ഡബിൾ ക്രോഷേ പ്ലസ് 2 ചെയിൻ പ്ലസ് again 3 ഡബിൾ ക്രോഷേ ഇൻ ദ സെയിം സ്പേസ്. അപ്പോൾ നമുക്കൊരു കോർണർ കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ 3 ചെയിൻസ് ഓർ 3 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്ത് വരുന്ന ഫസ്റ്റ് ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഗ്യാപ്പിലും സെയിം തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈഡ്, ഫസ്റ്റ് സൈഡ് നമ്മൾ ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കോർണറിലേക്ക് പോകാനായിട്ട് പോകുന്ന കോർണർ അഗെയിൻ 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, അഗെയിൻ 3 ഡബിൾ ക്രോഷേ ഇൻ ദ സെയിം കോർണർ. ഓക്കെ, സോ ഇത് നമ്മൾ 4 സൈഡ്സിലും 4 കോർണേഴ്സ് ഉണ്ടാവും, 4 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക സെയിം ആയിട്ട്. സോ ഞാനിവിടെ 4 കോർണേഴ്സും കംപ്ലീറ്റ് ചെയ്തു, ബിഗിനിങ് സ്റ്റേജിലെത്തി. അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ 3 ചെയിൻ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ 3 ചെയിൻ ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യുമ്പോഴാണ് അവിടെ 3 ഡബിൾ ക്രോഷേ ഫോം ആവുന്നത്. സോ അവിടെ 2 ഡബിൾ ക്രോഷേ കൂടെ നമ്മൾ ആ ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 ചെയിൻസ് ചെയ്ത ആ ഗ്യാപ്പിൽ. ഓക്കെ, എനിക്കും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയി പോകുന്നുണ്ട്. ഐ എം സോറി. ഞാൻ മാക്സിമം ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ആൻഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെയിൻസിൻ്റെ ടോപ്പ് ഓഫ് ദ ചെയിൻ തേർഡിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. ദെൻ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് വിട്ടും ഹൈറ്റും കൂട്ടണമെങ്കിൽ നമുക്ക് റോസ് ആഡ് ചെയ്ത് പോകാം. ബട്ട് ഞാൻ ഇതിൽ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ചെയിൻസിലും കൂടെ കൂടിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് പോവുകയാണ്. ആൻഡ് കോർണറിൽ എത്തുമ്പോൾ മാത്രം ഞാൻ അവിടെ 2 ചെയിൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോർണറിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ കോർണറിൽ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ആഡ് ചെയ്തുക. സോ എന്നാലാണ് നമുക്ക് ആ കോർണറിൻ്റെ ഷാർപ്പ്നെസ് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. സോ ഗൈസ്, ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് തീർത്ത ഗ്രാനി സ്ക്വയർ. ആൻഡ് ഇത് അതിൻ്റെ ഒരു സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഗ്രാനി സ്ക്വയർ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദ ട്യൂട്ടോറിയൽ. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അനദർ ക്രോഷ്യ ട്യൂട്ടോറിയൽ ആയിട്ട് കാണും വരെ ബൈ.